നമസ്കാരം, സ്വാഗതം. നിങ്ങളുടെ മുന്നിൽ ഒരു ചെറിയ ടാസ്ക് വെക്കുകയാണെന്ന് കരുതുക. കുറച്ച് സ്പഗറ്റി, ഒരു ടേപ്പ്, ഒരു നൂൽ, പിന്നെ മുകളിൽ വെക്കാൻ ഒരൊറ്റ മാർഷ്മാലോ. ഇത് വെച്ച് ഏറ്റവും ഉയരമുള്ള ടവർ ഉണ്ടാക്കണം. ആരാണ് ജയിക്കുക? ഒരു കൂട്ടം എഞ്ചിനീയർമാരോ അതോ കിൻഡർ ഗാർഡനിലെ കുട്ടികളോ? അതൊരു നല്ല ചോദ്യമാണ്. ഒരുപക്ഷേ ലോകത്തിലെ ഏറ്റവും മികച്ച ബിസിനസ് സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ മിടുക്കരായ ബിരുദധാരികളാകുമോ? ഉത്തരം നിങ്ങളെ അതിശയിപ്പിച്ചേക്കാം. തീർച്ചയായും. ഇന്ന് നമ്മൾ ടോം വുജെക്കിന്റെ പ്രശസ്തമായ മാർഷ്മാലോ ചാലഞ്ച് എന്ന ആശയത്തെക്കുറിച്ചാണ് ആഴത്തിൽ സംസാരിക്കാൻ പോകുന്നത്. ഈ ലളിതമായ കളി ടീം വർക്ക്, പരാജയം, വിജയം എന്നിവയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ എങ്ങനെയാണ് തലകീഴായി മറിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. അതെ, ഇത് കേവലമൊരു കളിയല്ല. ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്റെ പെരുമാറ്റ രീതികളെയും പ്രശ്നപരിഹാരത്തിനുള്ള കഴിവുകളെയും അളക്കുന്ന ഒരു മൈക്രോസ്കോപ്പ് പോലെയാണത്. മൈക്രോസ്കോപ്പോ? അതെ. എന്തുകൊണ്ടാണ് ഏറ്റവും മിടുക്കരെന്ന് നമ്മൾ കരുതുന്ന പലരും ഈ ലളിതമായ പരീക്ഷണത്തിൽ പരാജയപ്പെടുന്നത്? അവരുടെ അറിവാണോ പ്രശ്നം, അതോ അവർ ചിന്തിക്കുന്ന രീതിയാണോ? അതാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അതെ, ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങളുടെ ജോലിയെയും ജീവിതത്തെയും സമീപിക്കുന്ന രീതിയെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ്. ശരി, അപ്പോൾ നമുക്ക് ഈ ചാലഞ്ചിന്റെ ഉള്ളിലേക്ക് കടക്കാം. എന്താണിതിന്റെ നിയമങ്ങൾ? വളരെ ലളിതമാണ്. 4 പേരടങ്ങുന്ന ടീമുകൾക്ക് 18 മിനിറ്റ് സമയം നൽകും. അവരുടെ കയ്യിലുള്ളത് 20 സ്പാഗറ്റി സ്റ്റിക്കുകൾ, 1 മീറ്റർ ടേപ്പ്, 1 മീറ്റർ നൂല്. പിന്നെ ആ നിർണായകമായ ഒരൊറ്റ മാർഷ്മാലോ? അതെ, ഈ സാധനങ്ങൾ ഉപയോഗിച്ച് സ്വയം നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ഉയരമുള്ള ടവർ നിർമ്മിക്കണം. ഒരു പ്രധാന നിബന്ധനയുണ്ട്: മാർഷ്മാലോ ഏറ്റവും മുകളിൽ തന്നെ വെക്കണം. ഈ നിയമങ്ങളിലെ ലാളിത്യമാണ് ഏറ്റവും വലിയ കെണി, പ്രത്യേകിച്ച് ആ മാർഷ്മാലോ. അതെന്താങ്ങനെ? നമ്മൾ അതിനെ കാണുന്നത് വളരെ നിസാരമായ, ഭാരം കുറഞ്ഞൊരു വസ്തുവായാണ്. എന്നാൽ സ്പാഗറ്റി കൊണ്ടുണ്ടാക്കിയൊരു ദുർബലമായ ഘടനയുടെ മുകളിൽ വെക്കുമ്പോൾ അതിന്റെ ഭാരം ഒരു വലിയ പാറക്കല്ല് പോലെ അനുഭവപ്പെടും. ഓഹോ. ആ മാർഷ്മാലോ ഒരു പ്രൊജക്റ്റിലെ ഹിഡൻ അസംഷൻ പോലെയാണ്. അതായത് നമ്മൾ തീർത്തും ഉറപ്പിച്ചു വച്ചിരിക്കുന്ന, എന്നാൽ അവസാനം എല്ലാം തകർക്കാൻ സാധ്യതയുള്ളൊരു ധാരണ. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്നത്. ടോം വുഡ്ജെക്ക് ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ആളുകളെക്കൊണ്ട് ഈ പരീക്ഷണം ചെയ്യിച്ചു. സിഇഒമാർ, അഭിഭാഷകർ, എഞ്ചിനീയർമാർ, വിദ്യാർത്ഥികൾ, അങ്ങനെ പലരും. ഒരുപാട് പേരുണ്ട്. നമ്മൾ സ്വാഭാവികമായും പ്രതീക്ഷിക്കുക എഞ്ചിനീയർമാരും ആർക്കിടെക്റ്റുകളുമൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ്. അത് ശരിയാണ്. അവർ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. കാരണം അവർക്ക് ഘടനകളെക്കുറിച്ചും ഭാരത്തെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ട്. പക്ഷേ അതിലല്ലല്ലോ അതിശയം. അല്ല, അതിശയിപ്പിക്കുന്ന കണ്ടെത്തൽ അതായിരുന്നില്ല. സ്ഥിരമായി ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ചതാരാന്നറിയാമോ? ആരായിരുന്നു? ലോകത്തിലെ മികച്ച ബിസിനസ് സ്കൂളുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയ പുതിയ ബിരുദധാരികളാണ്. അവർ നിർമ്മിച്ച ടവറുകൾ പലപ്പോഴും പകുതി ഉയരം പോലും എത്തിയില്ല. ചിലപ്പോൾ ഒട്ടുമുണ്ടാക്കാൻ പോലും കഴിഞ്ഞില്ല. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഏറ്റവും പുതിയ മാനേജ്മെന്റ് തന്ത്രങ്ങളും പ്രോജക്റ്റ് പ്ലാനിങ്ങും പഠിച്ച ആളുകൾ എങ്ങനെയാണ് ഈ ലളിതമായ ടാസ്കിൽ പരാജയപ്പെടുന്നത്? അതുമാത്രമല്ല, ഇതിലും വലിയ അതിശയം കിൻഡർഗാർട്ടൻ കുട്ടികളുടെ പ്രകടനമാണ്. അവർ ഈ ബിസിനസ് ബിരുദധാരികളെക്കാൾ വളരെ മികച്ച രീതിയിൽ സ്ഥിരമായി ഉയരമുള്ള ടവറുകൾ നിർമ്മിച്ചു. ഈ 2 ഗ്രൂപ്പുകളുടെയും പ്രവർത്തന രീതി തമ്മിലുള്ള വ്യത്യാസമാണ് എല്ലാറ്റിൻ്റെയും കാതൽ. നമുക്കാദ്യം ബിസിനസ് ബിരുദധാരികളെ നിരീക്ഷിക്കാം. ടാസ്ക് കിട്ടിയോടൻ അവരെന്തു ചെയ്യും? അവർ സംസാരിക്കാൻ തുടങ്ങും. അതെ, ഏറ്റവും മികച്ച പ്ലാനിനായുള്ള ചർച്ചകൾ, തർക്കങ്ങൾ, അധികാരസ്ഥാപനത്തിനായുള്ള ശ്രമങ്ങൾ. ടീമിലെ ലീഡർ ആരാകണമെന്ന് തീരുമാനിക്കാൻ തന്നെ കുറച്ച് സമയം പോകും. ശരിയാണ്. അവർ കടലാസിൽ ടവറിന്റെ രൂപരേഖ വരയ്ക്കും, സ്പെഗറ്റിയുടെ എണ്ണം കണക്കുകൂട്ടും, ലഭ്യമായ സമയത്തെ കൃത്യമായി വിഭജിക്കും. എല്ലാം തികഞ്ഞ ഒരു പ്ലാൻ ഉണ്ടാക്കാൻ അവർ ആ 18 മിനിറ്റിൽ ഒരു 15 മിനിറ്റെങ്കിലും ചിലവഴിക്കും. അപ്പോൾ നിർമ്മാണത്തിന് വെറും 3 മിനിറ്റ്. ആ തിരക്കിനിടയിൽ അവർ ആ മികച്ച പ്ലാൻ അനുസരിച്ച് ടവർ നിർമ്മിക്കാൻ തുടങ്ങുന്നു. സമയം തീരാറാകുമ്പോൾ ആവേശത്തോടെ അവർ മാർഷ്മാലോ എടുത്ത് മുകളിൽ വയ്ക്കുന്നു. അതോടെ ബൂം, താഴേക്കല്ലേ? ആ മനോഹരമായ പ്ലാൻ ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നു. കാരണം അവരുടെ സിദ്ധാന്തത്തിൽ മാത്രം നിലനിന്നിരുന്ന ടവറിന് മാർഷ്മാലോയുടെ യഥാർത്ഥ ഭാരം താങ്ങാനുള്ള ശേഷിയുണ്ടായിരുന്നില്ല. ആ യാഥാർത്ഥ്യം അവരറിയുന്നത് അവസാനമാണ്. അതെ, അവർ ആ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുന്നത് അവസാനത്തെ നിമിഷത്തിലാണ്.
അപ്പോഴേക്കും സമയം കഴിഞ്ഞിരിക്കും. ഇതിനെ അനാലിസിസ് പാരാലിസിസ് എന്ന് പറയാം. അതായത് അമിതമായ വിശകലനത്തിൽപ്പെട്ട് പ്രവർത്തനം തന്നെ മരവിച്ചു പോകുന്ന അവസ്ഥ. ഓ. അവർക്ക് പരിശീലനം കിട്ടിയിരിക്കുന്നത് ശരിയായ ഉത്തരം കണ്ടെത്താനാണ്, പരീക്ഷണങ്ങൾ നടത്തി ഉത്തരം കണ്ടെത്താനല്ല. പക്ഷെ ഒരു മിനിറ്റ്, പ്ലാനിംഗ് മോശം കാര്യമാണോ? ഏതൊരു വലിയ പ്രോജക്റ്റിനും ഒരു നല്ല പ്ലാൻ വേണ്ടേ? നമ്മളൊന്നും ചിന്തിക്കാതെ എടുത്തു ചാടണമെന്നാണോ ഇത് അർത്ഥമാക്കുന്നത്? വളരെ നല്ല ചോദ്യം. അല്ല, പ്ലാനിംഗ് മോശമല്ല. പക്ഷേ ഏതുതരം പ്ലാനിംഗ് ആണ് ഫലപ്രദമെന്നതാണ് ചോദ്യം. ശരി. ബിസിനസ് ബിരുദധാരികൾ ചെയ്യുന്നത് ഒരു ലീനിയർ പ്ലാനിംഗ് ആണ്. അതായത് പ്ലാൻ ചെയ്യുക, നിർമ്മിക്കുക, പരീക്ഷിക്കുക എന്ന ഒറ്റ വരിയിലുള്ള ചിന്ത. ഇതിലെ അപകടം പരീക്ഷണം ഏറ്റവും അവസാനമാണ് നടക്കുന്നത് എന്നതാണ്. മനസ്സിലായി. ഇനി നമുക്ക് കിൻഡർഗാർട്ടൻ കുട്ടികളുടെ അടുത്തേക്ക് വരാം. അവരെന്ത് ചെയ്യുന്നു? അവർക്ക് സ്പാഗറ്റി കിട്ടിയാലുടൻ നിർമ്മാണം തുടങ്ങും. അവർ സംസാരിക്കുന്നില്ല, അധികം പ്ലാൻ ചെയ്യുന്നില്ല. അവർക്ക് ലീഡറില്ല, പവർ പോയിന്റ് പ്രസന്റേഷനുമില്ല. ഒന്നുമില്ല. അവരൊരു ചെറിയ ടവർ ഉണ്ടാക്കുന്നു, ഉടൻ തന്നെ മാർഷ്മാലോ മുകളിൽ വെച്ച് നോക്കുന്നു. സ്വാഭാവികമായും അത് വീഴും. ആ. പക്ഷെ അവർ നിരാശരാവുന്നില്ല. അവർക്കതൊരു പരാജയമല്ല, കളിയുടെ ഭാഗമാണ്. ആ വീഴ്ചയിൽ നിന്ന് അവരൊരു പ്രധാന കാര്യം പഠിക്കുന്നു. എന്താണത്? ഓ, മാർഷ്മാലോ നമ്മൾ വിചാരിച്ചതിലും ഭാരമുള്ളതാണല്ലോ, അപ്പോൾ അടിത്തറ കുറച്ചുകൂടി ഉറപ്പുള്ളതാക്കണം. ശരിയാണ്. അവർ ആ അറിവ് വെച്ച് അടുത്ത ടവർ ഉണ്ടാക്കുന്നു. അത് കുറച്ചുകൂടി ഉയരമുള്ളതായിരിക്കും. അവർ വീണ്ടും മാർഷ്മാലോ വെച്ച് നോക്കുന്നു, വീണ്ടും പഠിക്കുന്നു. അപ്പോഴവർ ചെയ്യുന്നത് ശ്രമിക്കുക, പരാജയപ്പെടുക, പഠിക്കുക, മെച്ചപ്പെടുത്തുക, വീണ്ടും ശ്രമിക്കുക എന്ന ഒരു ചാക്രിക രീതിയാണ്. ഇതിനെയാണോ ഇറ്ററേറ്റീവ് പ്രോസസ് അഥവാ ആവർത്തന പ്രക്രിയ എന്ന് പറയുന്നത്? കൃത്യമായി. കുട്ടികൾ സ്വാഭാവികമായി ഉപയോഗിക്കുന്നതാണ്. ഓരോ ആവർത്തനത്തിലും അവർ മാർഷ്മാലോയുമായി, അതായത് യാഥാർത്ഥ്യവുമായി നിരന്തരം സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അവർ ചെറിയ ചെറിയ മാതൃകകൾ, അതായത് പ്രോട്ടോടൈപ്പുകൾ ഉണ്ടാക്കി പരീക്ഷിച്ച് യഥാർത്ഥ ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ ഡിസൈൻ മെച്ചപ്പെടുത്തുന്നു. അപ്പോ ബിസിനസ് ബിരുദധാരികൾ ഒരൊറ്റ മികച്ച പ്ലാനിൽ വിശ്വസിക്കുമ്പോൾ കുട്ടികൾ തുടർച്ചയായ പരീക്ഷണങ്ങളിലൂടെ മികച്ച ഫലത്തിലേക്ക് എത്തിച്ചേരുന്നു. ഇത് കേൾക്കുമ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിലെ അജൈൽ മെത്തേഡ് പോലെ തോന്നുന്നു. ഒരു വലിയ പ്രോഡക്റ്റ് ഒറ്റയടിക്ക് ഉണ്ടാക്കുന്നതിന് പകരം ചെറിയ വർക്കിംഗ് വേർഷനുകൾ ഉണ്ടാക്കി ഉപഭോക്താക്കൾക്ക് നൽകി അവരുടെ അഭിപ്രായം അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി മുന്നോട്ടു പോകുന്ന രീതി. വളരെ ശരിയായ താരതമ്യമാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വിജയകരമായ പല കമ്പനികളും, ഗൂഗിൾ മുതൽ സ്പേസ് എക്സ് വരെ, ഈ തത്വം ഉപയോഗിക്കുന്നു. ആണോ? അതെ. അവരൊരു ഉൽപ്പന്നത്തിന്റെ ഏറ്റവും ലളിതമായ രൂപം, അതായത് മിനിമം വയബിൾ പ്രോഡക്റ്റ്, ആദ്യം പുറത്തിറക്കുന്നു. എന്നിട്ട് യഥാർത്ഥ ഉപഭോക്താക്കൾ അതെങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് പഠിച്ച് അതിനെ മെച്ചപ്പെടുത്തുന്നു. അതായത് തുടക്കത്തിലെ എല്ലാം പരിഹരിക്കാൻ ശ്രമിക്കില്ല. ഇല്ല. ഏറ്റവും പ്രധാനപ്പെട്ട അനുമാനം, അതായത് കോർ അസംഷൻ, ആദ്യം പരീക്ഷിക്കുക. മാർഷ്മാലോ ചലഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുമാനം ഞങ്ങളുടെ ഡിസൈനിനും മാർഷ്മാലോയുടെ ഭാരം താങ്ങാൻ കഴിയുമോ എന്നതാണ്. ശരിയാണ്. കുട്ടികൾ അത് ആദ്യത്തെ മിനിറ്റിൽ തന്നെ പരീക്ഷിക്കുന്നു. ബിസിനസ് വിദ്യാർത്ഥികൾ അത് അവസാന നിമിഷം വരെ മാറ്റിവെക്കുന്നു. ഈ പരീക്ഷണത്തിൽ സഹകരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വ്യക്തമായ സൂചനകളുണ്ട്. ബിസിനസ് വിദ്യാർത്ഥികളുടെ ടീമിൽ അധികാര വടംവലിയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. എന്നാൽ കുട്ടികളുടെ ടീമിലോ? കുട്ടികളുടെ സഹകരണം തികച്ചും വ്യത്യസ്തമാണ്. അവിടെ അധികാര ശ്രേണിയില്ല. ഒരാളൊരാശയം പറയുന്നു, മറ്റൊരാൾ അതിനോട് കൂട്ടിച്ചേർക്കുന്നു. ഒരാളുടെ കയ്യിൽ നിന്ന് സ്പാഗറ്റി വീണുപോയാൽ മറ്റൊരാൾ അത് എടുത്തു കൊടുക്കുന്നു. അവരുടെ ലക്ഷ്യം ഒന്നാണ്, ഒരുമിച്ച് ആ ടവർ ഉണ്ടാക്കുക. അവിടെ ഈഗോ ഇല്ല, സ്റ്റാറ്റസ് ഇല്ല. ഏറ്റവും നല്ല ആശയം ആരുടേതാണെന്ന് തർക്കമില്ല. ഇല്ല. പ്രവർത്തിക്കുന്ന ആശയം ഏതാണെന്ന് പരീക്ഷിച്ച് കണ്ടെത്തുകയാണ് അവർ ചെയ്യുന്നത്. എന്നാൽ ഒരു കോർപ്പറേറ്റ് ലോകത്ത് ഇത് എത്രത്തോളം പ്രായോഗികമാണ്? അവിടെ സ്ഥാനമാനങ്ങളും ഉത്തരവാദിത്വങ്ങളുമില്ലേ? എല്ലാവരും ഒരുപോലെ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ കാര്യങ്ങൾ കുഴഞ്ഞുമറിയില്ലേ? നല്ല പോയിന്റാണ്. തീർച്ചയായും കോർപ്പറേറ്റ് ലോകത്ത് ഘടനകൾ ആവശ്യമാണ്. പക്ഷേ മാർഷ്മെല്ലോ ചാലഞ്ച് പഠിപ്പിക്കുന്നത് നൂതനമായ ആശയങ്ങൾ കണ്ടെത്തേണ്ട സാഹചര്യങ്ങളിൽ കർശനമായ അധികാരശ്രേണി ഒരു തടസ്സമാകാം എന്നാണ്. അതെങ്ങനെ? ഇതിന് സൈക്കോളജിക്കൽ സേഫ്റ്റി എന്ന ആശയവുമായി വലിയ ബന്ധമുണ്ട്. അതായത് ഒരു ടീമിൽ വിഡ്ഢിത്തം എന്ന് തോന്നാവുന്ന ഒരു ആശയം പറയാനോ ഒരു പരാജയം തുറന്ന് സമ്മതിക്കാനോ ഉള്ള ഭയമില്ലാത്ത അവസ്ഥ. ഓക്കെ. ഒരു ബിസിനസ് മീറ്റിംഗിൽ മാനേജറുടെ ആശയത്തെ ചോദ്യം ചെയ്യാൻ പലരും മടിക്കും. ശരിയാണ്, അത് സംഭവിക്കാറുണ്ട്. അവസാനം ആ പ്രോജക്റ്റ് തകരുമ്പോൾ മാത്രമേ എല്ലാവരും മിണ്ടാതിരുന്നതിന്റെ ഭവിഷ്യത്ത് തിരിച്ചറിയൂ. അപ്പോൾ ശരിയായ തന്ത്രമെന്നത് പ്ലാനിംഗ് പൂർണ്ണമായി ഒഴിവാക്കുക എന്നതല്ല, മറിച്ച് ചെയ്യുന്നതിലൂടെയുള്ള ആസൂത്രണം, അഥവാ പ്ലാനിംഗ് ത്രൂ ആക്ഷനാണ്. അതെ.
കൈകൾ കൊണ്ട് പണിയുമ്പോൾ നമുക്ക് വസ്തുക്കളെക്കുറിച്ച് പുതിയ അറിവുകൾ ലഭിക്കുന്നു. സ്പാഗറ്റി എത്രത്തോളം വളയും, ടേപ്പ് എവിടെ ഒട്ടിച്ചാലാണ് കൂടുതൽ ബലം കിട്ടുക എന്നതൊക്കെ കടലാസിൽ വരയ്ക്കുമ്പോൾ മനസ്സിലാവില്ല. അതെ, ഇതാണ് ടാസിറ്റ് നോളജ് അഥവാ നിശബ്ദജ്ഞാനം. പുസ്തകത്തിൽ നിന്ന് പഠിക്കാൻ കഴിയാത്ത അനുഭവത്തിലൂടെ മാത്രം ലഭിക്കുന്ന അറിവാണിത്. ആ ആർക്കിടെക്റ്റുകളും എഞ്ചിനീയർമാരും ഈ ചാലഞ്ചിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിന്റെ ഒരു കാരണം അതാണ്. അവർക്ക് ഘടനാപരമായ അറിവ് മാത്രമല്ല, വസ്തുക്കൾ യഥാർത്ഥത്തിൽ എങ്ങനെ പെരുമാറുമെന്നതിനെക്കുറിച്ചുള്ള ഈ നിശബ്ദജ്ഞാനവുമുണ്ട്. അപ്പൊ അവർ സ്വാഭാവികമായും പ്രോട്ടോടൈപ്പുകൾ ഉണ്ടാക്കിയാണ് ചിന്തിക്കുന്നത്. അതെ, തീർച്ചയായും. അപ്പോൾ ഈ പാഠങ്ങളൊക്കെ സാധാരണക്കാരായ നമ്മൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം? ഞാനിപ്പോൾ ഒരു പുതിയ പ്രോജക്റ്റ് തുടങ്ങാൻ പോവുകയാണെന്നിരിക്കട്ടെ. എന്റെ മാഷ്മാലോ എന്താണെന്ന് ഞാൻ എങ്ങനെ തിരിച്ചറിയും? നിങ്ങളുടെ പ്രോജക്റ്റിലെ ഏറ്റവും വലിയ ഉറപ്പില്ലാത്ത അനുമാനമാണ് നിങ്ങളുടെ മാഷ്മാലോ. ഉദാഹരണത്തിന് നിങ്ങളൊരു പുതിയ മൊബൈൽ ആപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ആളുകൾക്ക് ഈ ആപ്പ് ആവശ്യമുണ്ട് എന്നത് ഒരു വലിയ മാർഷ്മാലോ ആണ്. ഓ ശരിയാണ്. നിങ്ങൾ മാസങ്ങളെടുത്ത് ആപ്പ് ഉണ്ടാക്കി പുറത്തിറക്കുന്നതിന് പകരം അതിന്റെ ഏറ്റവും ലളിതമായ ഒരു രൂപമുണ്ടാക്കി കുറച്ചുപേർക്ക് നൽകി പരീക്ഷിക്കാം. അതാണ് നിങ്ങളുടെ ആദ്യത്തെ സ്പഗറ്റി ടവർ. അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ ടവർ വീണു. പക്ഷെ നിങ്ങൾ സമയവും പണവും ലാഭിച്ചു. ആ പരാജയത്തിൽ നിന്ന് പഠിച്ച് നിങ്ങൾക്ക് അടുത്ത മെച്ചപ്പെട്ട ടവർ നിർമ്മിക്കാം. ഇത് വ്യക്തിപരമായ ലക്ഷ്യങ്ങളിലും പ്രയോഗിക്കാമല്ലോ. ഉദാഹരണത്തിന് ഒരു പുസ്തകം എഴുതണമെന്നുള്ള ആഗ്രഹം. തീർച്ചയായും. മികച്ച ഒരു ആശയം കിട്ടാനായി വർഷങ്ങളോളം കാത്തിരിക്കുന്നതിന് പകരം ഒരു ബ്ലോഗ് പോസ്റ്റ് എഴുതി തുടങ്ങാം. അതാണ് ആദ്യത്തെ പ്രോട്ടോടൈപ്പ്. അതിന് കിട്ടുന്ന പ്രതികരണങ്ങൾ നോക്കി മുന്നോട്ടു പോകാം. കൃത്യം. എവിടെയാണോ നിങ്ങൾക്ക് അനിശ്ചിതത്വം കൂടുതലായി തോന്നുന്നത് അവിടെയാണ് പ്രോട്ടോടൈപ്പിന്റെ ആവശ്യം. ഒരു മികച്ച തുടക്കത്തിനായി കാത്തിരിക്കരുത്, ഒരു ചെറിയ തുടക്കമിടുക. ആ തുടക്കത്തിൽ നിന്ന് പഠിക്കുക. ഈ ആശയം ഒരു ടീം വർക്കിനപ്പുറത്തേക്ക് നമുക്ക് വളർത്താനും സാധിക്കും. ഒരു ടീമിനുള്ളിലെ സഹകരണം പോലെ പ്രധാനമാണ് ആ ടീമിന് പുറത്തുള്ള ആളുകളുമായുള്ള സഹകരണവും. അതെങ്ങനെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെടുന്നത്? അവിടെയാണോ നെറ്റ്വർക്കിംഗിന്റെ പ്രസക്തി വരുന്നത്? അതെ. ഒരു മാഷ്മാലോ ചലഞ്ചിൽ ഒരു ടീമിനുള്ളിൽ വ്യത്യസ്ത കഴിവുകളുള്ള ആളുകളുള്ളത് വിജയസാധ്യത കൂട്ടുന്നു, അല്ലേ? ഒരാൾ അടിത്തറയുണ്ടാക്കാൻ മിടുക്കൻ, മറ്റൊരാൾ ഉയരം കൂട്ടാൻ. അതെ. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ വലിയ വെല്ലുവിളികൾ നേരിടാൻ നമ്മുടെ ടീമിലില്ലാത്ത കഴിവുകൾ ആവശ്യമായി വരും. അപ്പോഴാണ് നമ്മുടെ നെറ്റ്വർക്ക് പ്രസക്തമാകുന്നത്. ശരി. നിങ്ങളുടെ നെറ്റ്വർക്കിലുള്ള വ്യത്യസ്ത മേഖലകളിലെ ആളുകൾ നിങ്ങളുടെ സ്പാഗറ്റി ടവറിന് പുതിയൊരു ഡിസൈൻ തരാനോ ടേപ്പ് ഒട്ടിക്കാൻ പുതിയൊരു വഴി പറഞ്ഞു തരാനോ കഴിവുള്ളവരായിരിക്കും. ഒരു നല്ല ടീം പോലെ ശക്തമായ ഒരു നെറ്റ്വർക്കും നിങ്ങളുടെ ഏറ്റവും വലിയ ആസ്തിയാണ്. ശരിയാണ്. അത് പ്രശ്നങ്ങളെ ഒറ്റയ്ക്ക് നേരിടുന്നതിൽ നിന്ന് ഒരു വലിയ സമൂഹത്തിന്റെ സഹായത്തോടെ നേരിടുന്നതിലേക്ക് നിങ്ങളെ മാറ്റുന്നു. വളരെ ശരിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞാൽ, വലിയ പ്ലാനുകൾക്ക് വേണ്ടി കാത്തിരിക്കാതെ ചെറിയ മാതൃകകൾ ഉണ്ടാക്കി പരീക്ഷിച്ച് മുന്നോട്ടു പോവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. അതെ. പരാജയത്തെ ഒരു അവസാനമായി കാണാതെ പഠിക്കാനുള്ള അവസരമായി കാണുക. പിന്നെ കുട്ടികളെപ്പോലെ കളിയുടെ മനോഭാവത്തോടെയും തുറന്ന സഹകരണത്തോടെയും പ്രശ്നങ്ങളെ സമീപിക്കുക. അതെ. പോകുന്നതിനു മുൻപ് നിങ്ങൾക്ക് ചിന്തിക്കാനായി ഒരു ചോദ്യം തരാം. പറയൂ. നിങ്ങളുടെ ജോലിയിലോ ജീവിതത്തിലോ നിങ്ങൾ അടുത്തതായി ഏറ്റെടുക്കാൻ പോകുന്ന വലിയ ദൗത്യത്തെക്കുറിച്ച് ചിന്തിക്കുക. അതിൽ ഒളിഞ്ഞിരിക്കുന്ന, നിങ്ങൾ ഉറപ്പാണ് എന്ന് വിശ്വസിക്കുന്ന, എന്നാൽ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള മാർഷ്മാലോ ഏതാണ്? ആ ഏറ്റവും വലിയ അനുമാനം പരീക്ഷിക്കുന്നതിനായി നാളെ തന്നെ നിങ്ങൾക്ക് നിർമ്മിക്കാൻ കഴിയുന്ന ഏറ്റവും ലളിതവും വേഗതയേറിയതുമായ സ്പാഗറ്റി ടവർ എന്തായിരിക്കും? ഒരു വലിയ പ്ലാൻ ഉണ്ടാക്കുന്നതിന് പകരം ആ ചെറിയ പരീക്ഷണം നടത്തി നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് പഠിക്കാൻ കഴിയും?